ഫ്രണ്ട്സ്, ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഒരു എയർ കൂളറിന് റിവ്യൂ നോക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഒരു എയർ കൂളർ മേടിച്ചിട്ടുണ്ട്, ബജാജിൻ്റെ PX97 പറഞ്ഞ മോഡലാണ്. ഇതിപ്പോൾ ഒരു ആമസോണിലാണ് മേടിച്ചിരിക്കുന്നത്. എനിക്കിപ്പോൾ ഒരു 5500 റുപ്പീസ് വന്നു. അതിലെനിക്ക് 500 റുപ്പീസ് ക്യാഷ് ബാക്ക് കിട്ടി. അപ്പോൾ 5000 രൂപ എന്ന് പറയാം. അപ്പോൾ ഈ കൂളറിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞുതരാം ആദ്യം. അതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ എയർ കൂളർ മേടിക്കേണ്ട മുമ്പ് ഞാൻ ആലോചിച്ചു, എയർ കൂളർ മേടിക്കണോ എയർ കണ്ടീഷണർ മേടിക്കണോ എന്ന്. ഇതിന് നല്ല വ്യത്യാസമുണ്ടല്ലോ, കൂളിങ്ങിൽ വ്യത്യാസമുണ്ട്, ഇലക്ട്രിക് കൺസപ്ഷനിലും നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ എയർ കൂളർ 100 വാട്ട്സ് ആണ് കൺസ്യൂം ചെയ്യുന്നത്. അതേ സമയത്ത് ഒരു ബേസിക് എയർ കണ്ടീഷണർ ആണെങ്കിൽ അത് ഒരു 3500 വാട്ട്സ് കൺസ്യൂം ചെയ്യും. അപ്പോൾ ഇലക്ട്രിക് കൺസപ്ഷനിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. എയർ കൂളർ ആണെങ്കിൽ നല്ല എക്കണോമിക്കലാണ്, മറ്റേത് നല്ല പ്രൈസ് കൊടുക്കേണ്ടി വരും. നമ്മൾ ഇലക്ട്രിസിറ്റി ബില്ലൊക്കെ വരുമ്പോൾ നല്ല കോസ്റ്റ്ലി ആവും. അതൊരു വ്യത്യാസമുണ്ട്. വ്യത്യാസം കണ്ടത് എന്താണെന്ന് വെച്ചാൽ, എയർ കൂളർ നമ്മൾ വിൻഡോസും വെന്റിലേഷനുള്ള റൂമിൽ വെച്ചിട്ടാ കാര്യമുള്ളൂ നമുക്ക് എയർ കൂളർ. പക്ഷേ എയർ കണ്ടീഷണർ നമുക്ക് ഒരു ക്ലോസ് റൂമിൽ നമുക്ക് വെച്ചിട്ട് നല്ല തണുപ്പ് കിട്ടും. അഥവാ നമ്മൾ ക്ലോസ് ആക്കി വിൻഡോസും ഡോർസും ക്ലോസ് ആക്കിയിട്ട് നമ്മളൊരു എയർ കൂളർ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഒരു നന്നായി കാറ്റ് കിട്ടില്ല, ഹ്യൂമിഡിറ്റി ക്രിയേറ്റ് ആവും നമ്മുടെ റൂമിൽ. അതുകൊണ്ട് എപ്പോഴും നല്ലത് നമ്മളൊരു ജനലും 2 വെന്റിലേഷൻ കിട്ടുന്ന റൂമിൽ വെക്കണം നമ്മൾ. പിന്നെ ജനലിൻ്റെ അടുത്ത് വെച്ചാൽ അത്രയും നല്ലത്. അതേ സമയത്ത് നമുക്ക് എയർ കണ്ടീഷണർ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് റൂം ക്ലോസ് ചെയ്തിരുന്നാലും കുഴപ്പമില്ല, പക്ഷെ അത് ക്ലോസ് ചെയ്തിരിക്കണം. അതാണ് ഒരു വ്യത്യാസം. പിന്നെ എയർ കൂളർ പ്രൊഡ്യൂസ് ചെയ്യണത് നാച്ചുറൽ ക്ലീൻ എയർ ആണ് പ്രൊഡ്യൂസ് ചെയ്യണത്. അതേ സമയത്ത് എയർ കണ്ടീഷണർ മീൻസ് വാതിലും ജനലൊക്കെ അടിച്ച് വെച്ചിട്ടല്ല നമുക്ക് കാറ്റുണ്ട്. എയർ റീസർക്കുലേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ക്ലീൻ എയർ കിട്ടാൻ വഴിയില്ല നമ്മൾ എയർ കണ്ടീഷണർ യൂസ് ചെയ്യുമ്പോൾ. ഇതെന്താന്ന് വെച്ചാൽ, എയർ കൂളർ എൻവയറമെന്റ് ഫ്രണ്ട്ലി ആണ്. മറ്റേത് എയർ കണ്ടീഷണർ നമ്മുടെ ഓസോൺ സ്ഫിയറിന് ഡാമേജ് വരുത്തും. അപ്പോൾ നമുക്ക് അറ്റ്മോസ്ഫിയറിക്കലി നല്ലത് നമ്മുടെ എയർ കൂളറാണ്. മറ്റേത് ഓസോൺ സ്ഫിയർ ഡാമേജ് ആക്കും നമ്മുടെ എയർ കണ്ടീഷണർ. എയർ കൂളറിൻ്റെ വേറൊരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഹ്യൂമിഡ് ക്ലൈമറ്റിൽ ഇത് യൂസ് ചെയ്ത കാര്യമില്ല. മീൻസ് അപ്പോൾ നമുക്ക് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടില്ല. അതേ സമയത്ത് എയർ കണ്ടീഷണർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു കൂളിംഗ് കിട്ടും, ഏത് ക്ലൈമറ്റ് ആയാലും കുഴപ്പമില്ല. ഇതൊരു വ്യത്യാസമാണ്. അപ്പം നമുക്ക് ഈ എയർ കൂളറിൻ്റെ എവിടൊക്കെ എന്തൊക്കെയുള്ളത് നമുക്കൊന്ന് നോക്കാം. ഈ ബജാജ് എയർ കൂളറിന്റെ മോഡൽ നമ്പറാണ് ബജാജ് PX97 ടോർക്ക് പ്ലാറ്റിന. അപ്പോൾ ഇത് പറഞ്ഞ മാതിരി 5000 രൂപയ്ക്കാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇതിൽ നമുക്ക് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഫ്രണ്ടിൽ 2 ബട്ടൺസ് ഉണ്ട്, കണ്ടില്ലേ? ഇത് ഓൺ ആക്കാനുള്ളത്. ഇത് 1 സ്പീഡാണ്, 3, 2, 1. അതേമാതിരി ഇവിടെ സ്വിങ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, വാട്ടർ എവാപ്പറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, സ്വിങ് പമ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, വെള്ളം പമ്പ് ചെയ്യാനുള്ളത് ഓപ്ഷനൊക്കെ ഉണ്ട്. പിന്നെ സ്വിങ് ചെയ്യേണ്ട ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതിവിടെ ഇങ്ങനെ സ്വിങ് ആവും. പിന്നെ ഇത് കണ്ടില്ലേ, നമുക്ക് താഴത്തേക്കാണെങ്കിൽ നമുക്ക് കാറ്റ് ഇങ്ങനെ ആക്കാം, മുകളിലത്തെ കാറ്റാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ആക്കാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മുടെ വാട്ടർ ലെവല് മിനിമം ആണോ മാക്സിമം ആണോ വാട്ടർ ലെവൽ നമുക്ക് ഇവിടെ കാണാം. പിന്നെ ഇവിടെ ബജാജിന്റെ ലോഗോ ഓപ്ഷൻ ഉണ്ട്. ഇതാണ് ഫ്രണ്ട് ഭാഗം. ഈ സൈഡ് ഭാഗം നോക്കി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഹണി കോമ്പ് പറഞ്ഞൊരു മെറ്റീരിയലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പഴയ കാലത്തൊക്കെ വുഡ് ബോൾ പറഞ്ഞിട്ടാണ് ഒരു ചകിരിയുടെ മാറ്റൊരു സംഭവമായിരുന്നു, ഒരു ഗ്ലാസ് മാറ്റൊരു സംഭവമായിരുന്നു. ഇതൊരു പുതിയ മോഡലാണ്. ഇത് നമുക്ക് 5 വർഷം വരെ നമുക്ക് ഉപയോഗിക്കാം. 5 വർഷം കഴിഞ്ഞിട്ട് മാറ്റിയാൽ മതി. അതേ സമയത്ത് വുഡ് ബോൾ പഴയ എയർ കൂളറുകളോ വരാറുണ്ടല്ലോ, ആ എയർ കൂളറിലൊക്കെ നമുക്ക് 3 മാസം കൂടുമ്പോൾ നമുക്ക് മാറ്റേണ്ടി വരും. ഇതൊരു 5 വർഷം കഴിഞ്ഞിട്ട് മാറ്റിയാൽ മതി. പക്ഷെ വർഷം നമുക്കൊന്ന് എടുത്ത് കഴുകേണ്ടി വരും ഇത്. പിന്നെ ബാക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ വെള്ളം നിറയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒരു പൈപ്പ് വെച്ചിട്ട് നിറയ്ക്കാണ് നല്ലത്, ഇല്ലെങ്കിൽ വെള്ളമൊക്കെ താഴ്ത്തു പോകാനുള്ള ചാൻസ് ഉണ്ട്. മോൾ ഭാഗം ഇവിടെ ബജാജിൻ്റെ ഒരു സ്റ്റിക്കറുണ്ട്, സൈഡ് ഭാഗത്ത് ഇതുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കൂളിംഗ് എഫക്റ്റാണ് തരുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഇത് കൂളർ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ
വെന്റിലേഷൻ ഉണ്ടാവണം റൂമിൽ. ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ ജനലിന്റെ അടുത്ത് വെച്ചിട്ട് വേണം ഇത് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ. അതേസമയത്ത് നിങ്ങളുടെ വാതിലൊക്കെ ഡോറൊക്കെ ഓപ്പൺ ചെയ്ത് വെക്കണം. അപ്പോൾ നല്ലൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടും. അപ്പോൾ ഇതായിരുന്നു ഒരു ചെറിയൊരു റിവ്യൂ ഈ എയർ കൂളറിനെ പറ്റിയിട്ട്. നിങ്ങളിത് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.